അമേരിക്കയ്ക്ക് ഇന്ത്യ കൈമാറുന്ന പ്രിഡേറ്റർ ഡ്രോണുകൾ ഇത് പ്രതിരോധ രംഗത്ത് പുത്തൻ ഉണർവാകുന്നു. 40,000 അടി വരെ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്തും. 33 മണിക്കൂർ വരെ ആകാശത്ത് നിർത്താതെ പറക്കാൻ കഴിവുള്ളവയാണ്. സാറ്റലൈറ്റുകൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ പ്രിഡേറ്റർ ഡ്രോണുകൾ നടത്തും. ഇതൊക്കെ തന്നെയാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യക്ക് കരുത്താകാൻ പോകുന്നതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ. ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിലേക്ക് അമേരിക്കയുടെ പ്രിഡേറ്റർ ഡ്രോണുകൾ വൈകാതെ എത്തുമെന്ന് റിപ്പോർട്ടുകൾ. 31 MQ-9B പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക സമ്മതപത്രം കൈമാറി എന്നാണ് വിവരങ്ങൾ. $4 ബില്യൺ കരാറിലാണ് ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നാഴികക്കല്ലാവും പ്രിഡേറ്റർ ഡ്രോണുകൾ. സ്വീകാര്യത കത്ത് ലഭിച്ചതോടെ ഉപയോഗിക്കുന്ന പ്രതിരോധ സേന കരാർ പഠിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സവിശേഷതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വില തൃപ്തികരമായാൽ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് കത്ത് കൈമാറും. ഇന്ത്യയുമായുള്ള കരാർ US ഭരണകൂടം തടഞ്ഞു എന്ന വ്യാജ പ്രചരണങ്ങൾ വരികയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത. പന്നുവിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നും കരാർ റദ്ദാക്കണമെന്നും US നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിരുന്നു എന്നും ആ വാദങ്ങളെ മറികടന്നാണ് $3.99 ബില്യൺ വിലമതിക്കുന്ന 31 MQ-9B ഡ്രോണുകളും അനുബന്ധ സൈനിക ഉപകരണങ്ങളും ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള അംഗീകാരം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ മാസം ആദ്യം നൽകിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന പ്രിഡേറ്റർ ഡ്രോണുകളിൽ ഒരു ഭാഗം ഇന്ത്യയിൽ തന്നെയാണ് കൂട്ടിച്ചേർക്കുക എന്നതാണ് മറ്റൊരു സവിശേഷത. 33 മണിക്കൂർ നിർത്താതെ പറക്കാൻ സാധിക്കുന്ന ഈ ഡ്രോണുകൾക്ക് 2500 നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിൽ നിരീക്ഷണം നടത്താൻ സാധിക്കും. ഹെയിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഡ്രോണുകൾ വാടകയ്ക്കെടുത്ത് 2020 നവംബർ മുതൽ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പ്രധാനമായും ഈ ഡ്രോണുകൾ ആകാശ നിരീക്ഷണത്തിനായി നാവികസേന ഉപയോഗിക്കുന്നത്. 2500 മുതൽ 3000 മൈൽ വരെ ദൂരത്തിൽ നിരീക്ഷണം നടത്താൻ സാധിക്കുന്ന ഈ ഡ്രോണുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് എന്തുകൊണ്ട് മുതൽക്കൂട്ടാണ്. 40,000 അടി വരെ ഉയരത്തിൽ പറന്നുകൊണ്ട് നിരീക്ഷണം നടത്താൻ സാധിക്കുന്ന ഡ്രോണുകളാണ്. 33 മണിക്കൂർ വരെ നേരത്തെ പറഞ്ഞ പോലെ ആകാശത്ത് നിർത്താതെ പറക്കാൻ ഈ പ്രിഡേറ്റർ ഡ്രോണുകൾക്ക് കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഓരോ കോണിലും പരിശോധന നടത്താൻ ഈ ഡ്രോണുകൾക്കാവും. സാറ്റലൈറ്റുകൾക്ക് പോലും കഴിയാത്ത ജോലിയാണ് ഇവ ചെയ്യുക. ജനറൽ അറ്റോമിക്സിന്റെ MQ-9B ഹെയിൽ UAVകൾ വാങ്ങാനാണ് പദ്ധതി. സായുധ സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കും. ദേശീയ സുരക്ഷയും നിരീക്ഷണ ശേഷിയും ശക്തിപ്പെടുത്താൻ ഈ കരാറിന് സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറവും ചൈനീസ് അതിർത്തിക്കപ്പുറവും ഇവ വിന്യസിക്കും. MQ-9 റീപ്പർ എന്നും വിളിക്കപ്പെടുന്ന പ്രിഡേറ്റർ ഡ്രോണുകൾക്ക് 36 മണിക്കൂർ വരെ തുടർച്ചയായി പറന്ന് പ്രതിരോധം തീർക്കാൻ സാധിക്കും. പ്രത്യേകമായി ഒരു പ്രദേശം മാത്രം വളഞ്ഞു നിരീക്ഷിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. US-ൽ നിന്ന് 31 പ്രിഡേറ്റർ ഡ്രോണുകളാകും ഇന്ത്യ വാങ്ങുക. ഇവ കര, നാവിക, വ്യോമസേനകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഈ കരാർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ് നിർദ്ദിഷ്ട ഡ്രോൺ കരാർ. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ത്യൻ കപ്പൽശാലകളിൽ വലിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കുന്ന കരാർ ജനറൽ അറ്റോമിക്സുമായി ഒപ്പുവച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് പ്രിഡേറ്റർ ഡ്രോണുകൾ വാങ്ങാൻ ഭാരതം പദ്ധതിയിടുന്നത്. 2023 ജൂണിൽ പ്രധാനമന്ത്രിയുടെ US സന്ദർശന വേളയിലായിരുന്നു ഈ സുപ്രധാന തീരുമാനം എടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.